ഈ കാണുന്ന CC പ്ലാന്റൊക്കെ നമ്മൾ ഈ മാസം ആദ്യം, അതായത് ജൂൺ മാസം ആദ്യം നട്ട CC പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായി നോക്കാം. അതിന് മുമ്പ് ഈ തൈകൾ കണ്ടോ, എന്തിൻ്റെയെന്ന് മനസ്സിലായോ? ഇതാണ് അച്ചിമിനീസ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈകളാണ്. അതൊരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഡോർമെൻ്റ് ആയിപ്പോൾ പിന്നെ നെക്സ്റ്റ് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് കിളിർത്ത് വരും, എന്നിട്ട് നിറയെ പൂത്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ ഈ സീസണിൽ കിളിർത്ത് വന്നത് ഞാൻ കുറച്ചൊന്ന് മാറ്റി നട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, അന്ന് നട്ട ലീഫിൻ്റെ ചൂട് ഭാഗം അഴുകിയിട്ടൊന്നുമില്ല, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. കുഞ്ഞു ബൾബുകൾ വന്നു തുടങ്ങി. ഇനി അതിൽ നിന്ന് റൂട്ടുകൾ വരും. അപ്പോൾ കുറേ ലീഫുകളൊക്കെ അങ്ങനെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നും പിടിച്ച് കിട്ടിയെന്ന് പറയേണ്ട, ഒരു 10 ലീഫ് വെക്കുമ്പോൾ ഒരു 5 കിളിച്ച് കിട്ടും, അങ്ങനെ കണ്ടാൽ മതി. അപ്പം നമുക്ക് കുറച്ചൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. ചീത്തയായി പോയിട്ടില്ലെന്നില്ല. ഈ കിടക്കുന്ന ഒക്കെ ലീഫുകൾ ചീത്തയായി പോയതാണ്. ഈ കൈ ഇരിക്കുന്നതൊക്കെ അത്യാവശ്യം കിളിർത്ത് കിട്ടി റൂട്ടൊക്കെ ആയി തുടങ്ങിയ ലീഫുകളാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബൾബുകൾ കുറച്ചുകൂടെ വലുതാവും. അത് കഴിഞ്ഞിട്ട് പുതിയ തൈകൾ, അതിനകത്തുനിന്ന് പുതിയ ഷൂട്ടുകൾ നമുക്ക് കിളിർത്ത് തുടങ്ങും. അതാണ് ഇനി അടുത്ത സ്റ്റേജ്. ഇപ്പോൾ ഈ നട്ടത് ഇളക്കിയെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കിളിർത്തോ എന്ന് നോക്കണം. അതാണ് മെയിൻ കാര്യം. നട്ട് കഴിഞ്ഞാൽ അത് ഇളക്കി നോക്കിയില്ലേ നമുക്ക് സമാധാനം ഇല്ലല്ലോ. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ആ കൂട്ടത്തിൽ നട്ടതാണ് ഈ 2 സ്റ്റെം. ഈ സ്റ്റെമ്മിന് ചെറുതായിട്ട് വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് കിളിർക്കോ അതുറപ്പാണ്. പക്ഷേ ഇത് ചീഞ്ഞു പോയി. ഇതിനി നടക്കൂല. ഇത് വേണമെങ്കിൽ നമുക്ക് അത്രയാണ് കട്ട് ചെയ്തിട്ട് നട്ടാൽ ചിലപ്പോൾ കിളിക്കുമായിരിക്കും. എനിക്ക് മെനക്കെടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയില്ല, അത് അപ്പോഴേ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി ഇവരെയൊക്കെ തിരിച്ച് നട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുമായിട്ട് വേറൊരു വീഡിയോ കാണാം.